പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, രോഗികളുടെ ആരോഗ്യമായ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന തൂണാണല്ലോ നട്ടെല്ല്. എന്നാൽ ഇന്ന് പലരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് നടുവേദന. കുനിയാനോ നിവർന്നു നിൽക്കുവാനോ കഴിയാത്തവർ, ദീർഘനേരം ഇരിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, വേദന കാരണം ഉറക്കം നഷ്ടപ്പെട്ടവർ, ഇവർക്കായി നമുക്കിന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ നട്ടെല്ലിനെ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഭാരമേറിയ കുരിശും ചുമന്ന് കാൽവരിയിലേക്ക് നീങ്ങിയ ഈശോയെ നമുക്ക് ധ്യാനിക്കാം. ആ യാത്രയിൽ 3 തവണ വീണിട്ടും വീണ്ടും എഴുന്നേറ്റ് നടന്ന കർത്താവിന് നമ്മുടെ നട്ടെല്ലിൻ്റെ വേദനയും തളർച്ചയും നന്നായി അറിയാം. നമ്മുടെ പാപങ്ങൾക്കും രോഗങ്ങൾക്കും വേണ്ടി തകർക്കപ്പെട്ട ആ തിരുശരീരത്തിൽ നിന്ന് ഒഴുകുന്ന കൃപ നമ്മുടെ നട്ടെല്ലിലെ ഓരോ കശേരുക്കളെയും സ്പർശിക്കട്ടെ. അമ്മയുടെ സാന്നിധ്യം നമ്മുടെ വേദനകളിൽ ആശ്വാസമാകട്ടെ. ആരോഗ്യത്തിൻ്റെ നിലവിളക്കെ, കൃപാസനം രാജ്ഞി, നടുവേദനയാൽ ബുദ്ധിമുട്ടുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഡിസ്ക് തെറിച്ചു പോയവർ, ഡിസ്കിലെ തേയ്മാനം, നട്ടെല്ലിലെ വിടവുകൾ എന്നിവ ഈശോയുടെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. നട്ടെല്ലിലെ ഓരോ കശേരുക്കളും കൃത്യമായ സ്ഥാനത്ത് ക്രമീകരിക്കപ്പെടട്ടെ. ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ടവർക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ നൽകണമേ. ഈശോയുടെ തിരുശരീരത്താൽ ഓരോ സന്ധികളും പേശികളും പുതുക്കപ്പെടട്ടെ. പ്രിയമുള്ളവരെ, അല്പസമയം നമുക്ക് നമ്മുടെ വേദനയുള്ള ഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, നട്ടെല്ലിലെ പ്രശ്നങ്ങൾ കാരണം കൈകാലുകളിലേക്ക് ഇറങ്ങുന്ന വേദനകൾ, തരിപ്പ്, മരവിപ്പ് എന്നിവയിൽ നിന്ന് മക്കളെ മോചിപ്പിക്കണമേ. അമർന്നുപോയ നരമ്പുകൾക്ക് വിടുതൽ നൽകണമേ. പേശികളുടെ പിടുത്തവും നീർക്കെട്ടും മാറട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന കഠിനമായ വേദനയും വഴക്കമില്ലായ്മയും അമ്മ സ്പർശിച്ച് നീക്കണമേ. ലേപനങ്ങൾ പുരട്ടുന്നവർക്കും ഫിസിയോതെറാപ്പി ചെയ്യുന്നവർക്കും അത് വേഗത്തിൽ ഫലം നൽകുവാൻ സഹായിക്കണമേ. നട്ടെല്ലിന് പഴയതുപോലെ ബലവും വഴക്കവും ലഭിക്കട്ടെ. പ്രത്യാശയുടെ നിലവിളക്കെ, നടുവേദന കാരണം ജോലിക്ക് പോകാൻ കഴിയാത്തവർ, വീട്ടുജോലികൾ ചെയ്യാൻ പ്രയാസപ്പെടുന്ന കുടുംബനാഥന്മാർ, അമ്മമാർ, ഇവർക്ക് പുതുജീവൻ നൽകണമേ. വേദന മൂലം നിരാശയിൽ കഴിയുന്നവർക്ക് ആത്മബലം നൽകണമേ. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. ഓരോ ചുവടുവെപ്പിലും ദൈവത്തിൻ്റെ ശക്തി അവരോടൊപ്പം ഉണ്ടാകട്ടെ. മാന്യമായി അധ്വാനിച്ച് ജീവിക്കുവാൻ അവരുടെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. നട്ടെല്ല് നേരെയാക്കി പ്രത്യാശയോടെ ലോകത്തെ നോക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ പൂർണ്ണ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം
എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃപാസന മാതാവേ, നടുവേദനയാൽ കഷ്ടപ്പെട്ടിരുന്ന മക്കളെ അമ്മ സ്പർശിക്കണമേ. അവരുടെ നട്ടലിന് ബലം നൽകണമേ. തളർച്ച മാറി അവർ പുതുശക്തിയോടെ എഴുന്നേൽക്കട്ടെ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും നല്ല ശാരീരിക ആരോഗ്യവും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.